ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 2 വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. ഇതിൻ്റെ പാർട്ട് 1 ആണ്. പേജ് നമ്പർ 24ലെ പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഫൈൻഡ് ദ ഫ്രാക്ഷൻസ് സ്പെസിഫൈഡ് ബിലോ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24 ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/2 നമുക്കൊന്നും കൂടി വരച്ചിട്ട് 1/2 എഴുതാം. വീണ്ടും 1ൻ്റെ അടുത്ത് ഇൻറ്റു ഇട്ടു, 2ൻ്റെ അടുത്ത് ഇൻറ്റു ഇട്ടു. അപ്പോൾ ഈ താഴെയുള്ള 2 അതാണ് ഡിനോമിനേറ്റർ, മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്ന് പറയും. അപ്പോൾ താഴെയുള്ള ഡിനോമിനേറ്ററിനെ എന്താക്കണം? 24 ആക്കണം. അപ്പോൾ 2ൻ്റെ ടേബിൾ പറയുക. 12 2s are 24. അപ്പോൾ താഴെയും 12 എഴുതണം, മുകളിലും 12 എഴുതണം. അപ്പോൾ 112 ഈസ് 12. അപ്പോൾ ആൻസർ 12/24. ഇപ്പോൾ നിങ്ങൾക്ക് 12 കാണാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 ഈസ് 2, ബാലൻസ് 4, 2 2s are 4. അപ്പോൾ കണ്ടില്ലേ, 12 കിട്ടി. അപ്പോൾ ആ 12 ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. മുകളിലും എഴുതണം, താഴെ എഴുതണം. ഓക്കെ, അടുത്തത് നോക്കൂ. The form of 1/2 with numerator 24. ന്യൂമറേറ്റർ 24 ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1/2ൻ്റെ ന്യൂമറേറ്റർ 24 ആക്കുക. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ മുകളിൽ. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും 1/2 എടുത്ത് എഴുതാം. രണ്ടിടത്തും ഇൻറ്റു ഇട്ടു. അപ്പോൾ മുകളിൽ ന്യൂമറേറ്ററാണ് 24 ആക്കുക. അപ്പോൾ 1ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 24? 1 24 ഈസ് 24. അപ്പോൾ മുകളിൽ 24 എഴുതിയാൽ താഴെയും 24 എഴുതുക. 2ഉം 24ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48. 24 2s are 48. അടുത്തത് തേർഡ് വൺ, the form of 1/3 with denominator 24. 1/3 ആണ് തന്നിട്ടുള്ളത്, ഡിനോമിനേറ്റർ 24 ആക്കുക. അപ്പം നമുക്ക് 1/3 വീണ്ടും എടുത്തെഴുതാം. ഇവിടെ ഇൻറ്റു ഇട്ടു, ഇവിടെ ഇൻറ്റു ഇട്ടു. ഇനി 3 എന്താക്കണം? 24. അപ്പോൾ 3യുടെ ടേബിൾ പറയാം. 8 3s are 24. അപ്പോൾ താഴെ 8 എഴുതുക, അതുപോലെ തന്നെ മുകളിലും 8 എഴുതുക. 1/8 ഈസ് 8. അപ്പോൾ ആൻസർ 8/24. ഫോർത്ത് പ്രോബ്ലം എന്താണ്? The form of 1/3 with numerator 24. 1/3 തന്നെയാണ്. 1/3യുടെ ന്യൂമറേറ്റർ 24 ആക്കുക, അതായത് മുകളിൽ. അപ്പോൾ വീണ്ടും വരയിട്ടിട്ട് 1/3 എടുത്ത് എഴുതാം. ഇൻറ്റു ഇട്ടു. അപ്പോൾ മുകളിൽ എന്താക്കുക? 24 ആക്കണം. അപ്പോൾ 1 × 24 24 അല്ലേ? അപ്പോൾ താഴെയും 24. 3ഉം 24ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 3 4s are 12, ബാലൻസ് 1, 3 2s are 6 + 1 7, 72 ആണ് ആൻസർ. അപ്പോൾ 24 ഡിവൈഡഡ്. ഫിഫ്ത്ത് പ്രോബ്ലം, ദ ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. 1/4ൻ്റെ ന്യൂമറേറ്ററിനെ 100 ആക്കുക, അതായത് 1നെ 100 ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1/4 എഴുതി, അത് വീണ്ടും എഴുതുക. 1/4 മുകളിലും ഇൻറ്റു ഇട്ടു, താഴെയും ഇൻറ്റു ഇട്ടു. ഈ 1നെ 100 ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ 1ൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക. 100 ഈസ് 100. അതുപോലെ 4ൻ്റെ അടുത്ത് എന്ത് എഴുതണം? 100. മുകളിൽ 100 എഴുതിയത് കൊണ്ട് താഴെയും 100 എഴുതുക. 4 × 100 എത്രയാണ്? 400. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോം ഓഫ് 1/4. 1/4ൻ്റെ 3 ഡിഫറെൻറ്റ് ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 1/4നെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 2 ഈസ് 2, 4 2s are 8. അതുപോലെ നമുക്ക് 1/4ൻ്റെ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 3 ഈസ് 3, 4 3s are 12. വീണ്ടും 1/4നെ 4 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 4 ഈസ് 4, 4 4s are 16. അപ്പോൾ 3 ഡിഫറെൻറ്റ് ഫോംസും നമുക്ക് കിട്ടി. അപ്പോൾ 1/4ൻ്റെ 3 ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ്? 2/8,
3/12, 4/16. ഇതോടുകൂടി ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.